പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂരിൽ നിന്നും രാമചന്ദ്രൻ നായർ ഒരു കാര്യം ചോദിക്കുന്നു. സർ, ഞാൻ സാറിനൊരു വീഡിയോ അയച്ചു തരുന്നു. അത് ശ്രീ ചിദാനന്ദപുരി സ്വാമികൾ അവരുടേതാണ്. അദ്ദേഹം പറയുന്നു, ഈ ഭഗവതിക്ക് ഒക്കെ കോഴിയെ കൊടുക്കുന്നത് എന്താ കുഴപ്പം എന്നാണ് ചോദിച്ചത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഈ അഹിംസാവാദം, തെറ്റായ അഹിംസാവാദമാണ് സനാതനധർമ്മത്തിന് ഏറ്റവും പ്രയാസമുണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നശിപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. മാംസം എന്തുകൊണ്ട് കഴിച്ചുകൂടാ, മാംസം കഴിക്കരുതെന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു ശ്ലോകവും ചൊല്ലുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? ആ വീഡിയോ കേട്ടതിന് ശേഷം ഒരു മറുപടി പറയാമോ? ഞാൻ ആ വീഡിയോ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. അതൊരു എന്താ പറയുക, സത്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം സത്യം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം ചൊല്ലിയ ശ്ലോകത്തിൽ തന്നെ അതുണ്ട്. അദ്ദേഹം ചൊല്ലിയ ശ്ലോകം 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗത്തില് 21-ാമത്തെ ശ്ലോകമാണ്. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഏതേതു ഭക്തൻ ഏതേതു ദേവമൂർത്തിയെ ശ്രദ്ധയോടെ ഭജിക്കാൻ ഇച്ഛിക്കുന്നുവോ അതതു ഭക്തന്റെ ആ ശ്രദ്ധയെ തന്നെ ഞാൻ ദൃഢമാക്കി തീർക്കുന്നു. ഇതാണ്. അതായത് പിന്നെ ഇതിപ്പോ ചിന്മയാനന്ദജിയുടെ അർത്ഥ വിവരണമാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്. നീച ജീവിതം നയിക്കുന്ന ഒരാളെ കാണുമ്പോൾ നിന്ദിക്കുകയോ ധന്യജീവിതം നയിക്കുന്ന ഒരാളെ കാണുമ്പോൾ സ്തുതിക്കുകയോ ചെയ്യേണ്ടതില്ല. അവരുടെ ചിന്താരീതിയാണ് അവരെ അങ്ങനെയൊക്കെ ആക്കുന്നത്. ഇത് പറയുന്നുണ്ട്. ഇതൊക്കെ ശരി. പക്ഷെ ഇതിന് മറുവശം ചിന്തിക്കണം. ഇപ്പോൾ സംഗതി ശരിയാണ്. ഒരാൾ ചീത്ത കർമ്മം ചെയ്യുന്നു, ഒരാൾ നല്ല കർമ്മം ചെയ്യുന്നു. അതിന് ആധാരം അയാളുടെ ചിന്താരീതിയാണ് എന്ന് വെച്ച് നമുക്കതിന് അംഗീകരിക്കാൻ പറ്റുമോ? 10-12 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണുന്നില്ലേ? അത് അയാളുടെ ചിന്താരീതിയാണ്. ആ തത്വം അംഗീകരിക്കാം. എന്ന് വെച്ചിട്ട് അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെ ഇതിൽ പറയുന്നത്, ഏതേത് ദേവമൂർത്തിയെ ശ്രദ്ധയോടെ ഭജിക്കാൻ ഇച്ഛിക്കുന്നുവോ അതാത് ഭക്തന്റെ ആ ശ്രദ്ധയെ തന്നെ ഞാൻ ദൃഢമാക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ ഞാൻ സാത്വികമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആ രൂപത്തിൽ കാണുക, രാമനെയും കൃഷ്ണനെയും ഒക്കെ സാത്വിക ഭാവത്തിൽ കാണുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആ ആഗ്രഹം ദൃഢപ്പെടുമല്ലോ, അല്ലേ? അത് തന്നെയാണ് മുമ്പ് രാമന്റെ മാംസഭക്ഷണത്തെ പറ്റി ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ഖണ്ഡിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ അതിനെ നിഷേധിച്ചത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ എപ്രകാരമാണോ ഭജിക്കുന്നത് അപ്രകാരം നമ്മളുടെ ചിന്തയെ ദൃഢമാക്കി തീർക്കുന്നു, അല്ലേ? പിന്നെ ഇവിടെ മാംസം ഭക്ഷിക്കരുത് എന്നുണ്ടോ ചോദിച്ചാൽ ഒരു സംഗതി അരുത് എന്നല്ല പറയുക. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പൊതുവെ നല്ലതും ചീത്തയും വേർതിരിച്ച് പറയും. നിനക്കിഷ്ടമുള്ളത് സ്വീകരിക്കാം. ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തതിന് ശേഷവും ഭഗവാൻ പറഞ്ഞത് എന്താ? നീ യഥായിച്ഛസി തഥാ കുരു. എന്താണോ നിന്റെ ഇഷ്ടം അതേ പ്രകാരം ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു കൊടുക്കും നല്ലതും ചീത്തയൊക്കെ. പിന്നെ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ ഏതാ ചെയ്യുക? സത്തായ കാര്യമല്ലേ ചെയ്യുക. മനസ്സിലായോ? ഇപ്പം ഇദ്ദേഹം പറയുന്നു, വൈഷ്ണവം മതിയോ ഇവിടെ? ഒരു വേദാന്തി ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ വൈഷ്ണവം, ശൈവം, ശാക്തേയം, ഗാണപത്യം, കാർത്തികേയം, സൗരം എന്നിങ്ങനെയുള്ള ഷൺമതങ്ങൾ ഉണ്ടായിരുന്നു. അവ തമ്മിൽ കലഹങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കേൾക്കുന്നു. പക്ഷേ അതല്ലല്ലോ വേദാന്തം. എല്ലായിടത്തും ഞാൻ തന്നെ, ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല, സർവത്ര ഭാസിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവിടെ വൈഷ്ണവത്തിനും ശൈവത്തിനും എന്താ പ്രത്യേകത? എല്ലാം ഒന്ന് തന്നെ. ഇപ്പം ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, ശ്രദ്ധയെ ഞാൻ ദൃഢമാക്കി തീർക്കുന്നു ഏതേത് ദേവമൂർത്തിയെ. അപ്പം ഏത് ദേവമൂർത്തിയെ ഭജിച്ചാലും അതിന്റെ ഫലമൊക്കെ തരുന്നത് ഞാൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ദൃഢമാക്കുക. കാരണം എല്ലാം ഞാൻ തന്നെയാണ് എന്ന അർത്ഥത്തിൽ വന്നല്ലോ. അപ്പൊ അതിൽ ഈ വൈഷ്ണവത്തിനും ഒക്കെ എന്താ പ്രാധാന്യം? ഇല്ലല്ലോ.
പിന്നെ അഹിംസ. അഹിംസ വൈഷ്ണവത്തിന്റെ മാത്രമാണോ? അല്ലല്ലോ. ഇപ്പോൾ വൈഷ്ണവം എന്ന് പറഞ്ഞ ഇത് രൂപം കൊള്ളുന്നതിന് മുമ്പുണ്ടായതാണല്ലോ വേദം, അല്ലേ? ഇപ്പൊ അഥർവവേദത്തിൽ 12 കാണ്ഡം സൂക്തം 2 മന്ത്രം 36ാമത്തെ മന്ത്രമുണ്ട്. യത് കൃഷതേ യത് വനുദേ യച്ച് വസ്ത്രേണ വിന്ദതേ സർവം മർത്തസ്യ തന്നാസ്തി ക്രവ്യാച്ഛേദ നിരാഹിത എന്ന് പറയുന്നുണ്ട്. യാതൊരു വ്യക്തി ക്രവ്യാദാഗ്നി കൈവിടുന്നില്ലയോ അയാളുടെ കൃഷി സേവനീയങ്ങളായ വസ്തുക്കളെല്ലാം ശൂന്യമായിത്തീരുന്നു. അതായത് മനുഷ്യൻ എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുവോ, എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിഷ്ഫലമായി തീരുന്നു അവൻ മാംസഭക്ഷണശീലം ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് കഴിക്കരുത് എന്ന് തന്നെയല്ലേ? നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൃഷി മാത്രമല്ല, എന്തും നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും ഏതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം നിഷ്ഫലമായി തീരുന്നു, യഥാർത്ഥ ഫലത്തിൽ എത്തിച്ചേരുന്നില്ല അവൻ ഈ ശീലം ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്ന് വേദത്തിൽ പറയുന്നു. അപ്പം അവിടെ അഹിംസ ദൂരിപ്പിക്കുന്നുണ്ട്. പിന്നെ അഹിംസോ പരമോധർമ്മസ്തഥാ അഹിംസ പരന്തപ എന്ന് മഹാഭാരതത്തിലും പറയുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ നിഷേധിക്കുകയാണോ വേണ്ടത്? വൈഷ്ണവം മാത്രം മതിയോ എന്ന് ചോദിച്ച അദ്ദേഹം വൈഷ്ണവീയമായ ശ്ലോകം എടുത്തിട്ടാണ് ഉദ്ധരിച്ചത്. കൃഷ്ണനാണല്ലോ പറഞ്ഞത് ഗീതയിൽ. ഇത് കൃഷ്ണൻ വൈഷ്ണവനാണല്ലോ. ഇനി അത് രേഖപ്പെടുത്തി വ്യാസനാവട്ടെ, വ്യാസനും വൈഷ്ണവനാണ്. ഭഗവാന്റെ 24 അവതാരങ്ങളിൽ ഒന്നാണ് വ്യാസനും. അപ്പം ആ പറയുന്നതിലൊരു പൊരുത്തക്കേടുണ്ട്, അല്ലേ? ഒരു വേദാന്തിക്ക് എവിടെ വൈഷ്ണവീയം? അത് പറയാനേ പാടില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സാത്വികമായത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പറയുക. മറ്റത് ചെയ്യേണ്ടവർ ചെയ്യട്ടെ, അല്ലാതെ എന്താ പറയുക? അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ട് ഈ അഹിംസാവാദമാണ് ഈ എന്താ പറയുക സനാതനധർമ്മത്തെ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് അക്രമമല്ലേ? ഒരു കാര്യം ഉറപ്പല്ലേ, ഒരു ജീവിയെ കൊല്ലുക എന്നുള്ളത് അധർമ്മമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വെറുതെ അതാണ് ഹിംസ, വെറുതെ. ഇപ്പം യുദ്ധത്തിന് പോകുമ്പോൾ ആളെ കൊല്ലുന്നത് ഹിംസയല്ല, കാരണം ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ്. ആണല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് ആക്രമിച്ചാലേ നമ്മൾ പ്രതികരിക്കാവൂ, അല്ലാതെ അങ്ങോട്ട് ചെയ്ത് ആക്രമിക്കുന്ന സ്വഭാവം ഇപ്പോഴും നമുക്കില്ല. അത് ഹിംസയുടെ പട്ടികയിൽ പെടുവല്ല. പക്ഷെ വെറുതെ ഒരു കോഴിയെ അല്ലെങ്കിൽ ഒരു ആടിനെ ഇപ്പോൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ യാതൊരു കാരണം കൂടാതെ ഒരു സാധുജീവിയെ കൊല്ലുക എന്ന് പറയുന്നതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും പ്രാർത്ഥനയുടെ ഫലമായിട്ട്, ഭക്തിയുടെ ഫലമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ചെയ്യുന്നവരുണ്ടാകാം, അതിപ്പോൾ നിർത്താനൊന്നും നമുക്ക് പറ്റില്ല, അല്ലേ? പക്ഷെ താത്വികമായിട്ട് ചിന്തിച്ചെങ്കിൽ ശരിയാണോ തെറ്റോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ജീവിയാണ് കൊല്ലുക, എന്നിട്ട് പൂജിക്കുക, അത് വെച്ചിട്ടെന്ന് പറഞ്ഞ് എന്തിന്? അവിടെ സകാമമാണുള്ളത്, നിസ്വാർത്ഥമായ ഭക്തിയാണെന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഉണ്ടോ? നിസ്വാർത്ഥമായ ഭക്തി നാമജപം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് 4 യുഗങ്ങളിൽ 4 തരത്തിലുള്ള ആരാധനാ സമ്പ്രദായമാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. കൃതയുഗത്തിൽ ധ്യാനം, ത്രേതായുഗത്തിൽ യാഗം, ദ്വാപരയുഗത്തിൽ പൂജ, കലിയുഗത്തിൽ നാമജപം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടിയും ക്രിയാത്മകമായിട്ട് ആൾക്കാർക്ക്, അത്ര അധികം അറിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്ര സംവിധാനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ആധികാരികമായ ലക്ഷ്യം ആ പരമമായ മോക്ഷത്തിലേക്ക് പോവുക, അതിനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയുള്ള മാർഗത്തിൽ ഈ ഒരു ജീവിയെ കൊന്നിട്ട് അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? മോക്ഷം എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ജന്മാന്തരങ്ങളിലൂടെ കടന്ന്, അതാണ് വേണ്ടത്. അപ്പം അതിന് ഒരു ജീവിയെ കൊന്നിട്ട് പൂജിച്ചുകൊണ്ട് അതെങ്ങനെ കിട്ടാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലായിടത്തും ഞാൻ തന്നെ, ഞാനല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് ആ കോഴിയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിൻ്റെ ശരീരത്തെ ഛേദിച്ച് ഞാൻ എന്നെ തന്നെ കൊല്ലുക. ഞാൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇരിക്കുന്ന വേറൊരു ശരീരത്തിനെ ഞാൻ നശിപ്പിക്കുക. എന്തിന്? അവിടെ ഒരു സ്വാർത്ഥത വന്നല്ലോ, അല്ലേ? നിഷ്കാമകർമ്മത്തിൽ എവിടെ സ്വാർത്ഥത? അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നന്ദി, നമസ്കാരം.